ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഡിവോഴ്സിന്റെ കാലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ഇച്ചാന്റെയും കുഞ്ഞാറ്റേന്റെയും കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അവി വ്ളോഗ്സും അദ്ദേഹത്തിന്റെ വൈഫ് സ്വാതിയായിട്ട് പിരിയാനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവർ കുറേ ആയിട്ട് പിരിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാരണങ്ങൾ സോഷ്യൽ മീഡിയ അങ്ങനെ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ചെയ്തിരുന്ന കപ്പിൾസ് ആണ്. പെട്ടെന്നാണ് സ്വാതി വിദേശത്തേക്ക് പോകുന്നത്. അവി ഇവിടെ ഒറ്റയ്ക്കാവുന്നു. പിന്നെ അവി കൃത്യമായി വീഡിയോ ഒന്നും ചെയ്യാതെയാവുന്നു. ഇവർ ഒരുമിച്ചുള്ള യാതൊരു വീഡിയോയും ഇല്ലാതാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഊഹിക്കുന്നുണ്ട് ഇവർ തമ്മിൽ പിരിഞ്ഞു കാണണം എന്ന് ഊഹിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവർ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരുന്നു. ഇവർ ആദ്യം ഒരു വിവാഹം കഴിക്കാതെ ഒരുമിച്ച് കുറച്ചു കാലം ജീവിച്ചു. പിന്നീടാണ് വിവാഹം കഴിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. സ്വാതിയുടെ വീട്ടിലൊക്കെ വളരെ എതിർപ്പായിരുന്നു. പിന്നീട് അവർ വിവാഹം കഴിക്കുന്നു. പിന്നെ നമ്മുടെ വ്ളോഗിലൊക്കെ സ്വാതിയെ കാണിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സ്വാതി വിദേശത്തേക്ക് പോകുന്നത്. ജോലി തേടി വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ അവി വ്ളോഗ്സിനെ നമ്മൾ മുൻപ് റിയാക്ട് ചെയ്തിരുന്നു. ഇവർ പിരിയാനുള്ള കാരണം എന്നുള്ള രീതിയിൽ അവിയെയും അതേപോലെ തന്നെ നമ്മുടെ ഇച്ചായനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ സ്വാതിയെ കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും പറയുന്നില്ല. കാരണം ഇച്ചായനും ഒരേപോലെ തന്നെ ഏകദേശം കുറച്ചൊക്കെ അവർ ഉത്തരവാദിത്തക്കുറവുള്ളവർ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ജീവിത ലക്ഷ്യം ഇല്ലാത്തവർ. ഈ പെൺകുട്ടികളാണെങ്കിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ജീവിതത്തിൽ ലക്ഷ്യമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർ അവരുടെ ജീവിതം കുറച്ചുകൂടെ വെൽ സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം വിദേശത്ത് പോയത് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിയെക്കുറിച്ചും സ്വാതിയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവി ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് അവര് പിരിഞ്ഞു അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അവി വന്നിട്ടുള്ളത്. ഞാൻ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതിയിലോട്ട് എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ആണ് എന്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. സ്വാതിക്ക് പോകണമെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിനെതിരല്ല. അവൾക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ്, കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത്. പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ നമ്മൾ ചോദിച്ചു എന്താ വിളിക്കാതെ. അപ്പോൾ പറഞ്ഞ് ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അലാറം വെച്ചിട്ട് 2:30-3 മണിക്ക്, വെളുപ്പിന് 3 മണിക്കൊക്കെ വിളിക്കും. അപ്പോഴും എടുക്കാറില്ല. പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സായിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത്, സ്വാതിയുടെ അടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക, അങ്ങോട്ട് വരണ്ട, എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി. അതിനുശേഷം ഞാൻ അവിടെ ചെന്നു, അവളുടെ അടുത്ത് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമേ പറയാം സ്വാതിക്ക്. പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അവന് എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. എന്റെ കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ എന്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സ്വാതിയുടെ അത്രയൊക്കെ നടന്നതിന് ശേഷം സ്വാതി എന്റെ അടുത്ത് മിണ്ടുന്നില്ല, അവന്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റും. അപ്പോൾ സ്വാതി വിദേശത്തേക്ക് പോകുന്നു, ജോലി തേടി പോകുന്നു. അവയുടെ അമ്മയും ഇടയ്ക്ക് വിദേശത്താണ് ജോലി തേടി പോകാറുള്ളത്. അവരവിടെ ഹൗസ് മെയ്ഡൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നു. അവയും അച്ഛനും ഒക്കെ നാട്ടിലുണ്ട്. പക്ഷെ അതേപോലെ തന്നെയാണ് സ്വാതിയും വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവി നാട്ടിലാണ്. കൃത്യമായിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇടയ്ക്ക് സ്വാതിയുടെ വ്ളോഗിലൂടെ അവിയുടെ കൂടെ ഞാനൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളൊക്കെ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഒരു വ്ളോഗിൽ, അവിയുടെ ഒരു ഫ്രണ്ടിന്റെ വ്ളോഗിൽ അവിയെ നമ്മൾ കാണുന്നത്. അവി അബുദാബി ചെല്ലുന്നു, ആ ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്നു, എന്നിട്ട് സ്വാതിയെ കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ് ആ വ്ളോഗ് വന്നിട്ടുള്ളത്. പക്ഷേ സ്വാതിയെ കാണുന്നത് കാണിക്കുന്നില്ല. അവി ഭയങ്കര നിരാശനായിട്ട് വിഷമത്തോടുകൂടെ നാട്ടിൽ തിരിച്ചു പോരുന്നതാണ് ആ വ്ളോഗിൽ കാണിക്കുന്നത്. സുഹൃത്തുക്കളൊക്കെ അവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ നിൽക്കാൻ വന്നിട്ട് തിരിച്ചു പോവുകയാണല്ലേ എന്നൊക്കെ വളരെ സങ്കടത്തിൽ പറയുന്ന ഒരു വ്ളോഗും. അത് കാണുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം സ്വാതിയായിട്ട് എന്തോ പ്രശ്നമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. എന്നാലും നമ്മൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം പെൺകുട്ടി വളരെ നല്ല ജീവിതത്തിനെക്കുറിച്ച് വളരെ ലക്ഷ്യങ്ങളുള്ള ജോലി നേടണം, അല്ലെങ്കിൽ നല്ല വീട് വെക്കണം എന്നോ, അല്ലെങ്കിൽ ജീവിതത്തിൽ സമ്പാദിക്കണം, അങ്ങനത്തെയൊക്കെ ലക്ഷ്യങ്ങളുള്ള കുട്ടിയായിരിക്കാം. അതുകൊണ്ട് ആ കുട്ടി ജോലി തേടി പോയിന്നേ ഉള്ളൂ. അത് ഈ അവിയുടെ ഈഗോ കൊണ്ടൊരു പക്ഷേ അംഗീകരിക്കാൻ പറ്റാത്തതാവാം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അവി വന്നിട്ടുള്ള വ്ളോഗിൽ അവി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ. ആ സ്വാതിയുടെ വ്ളോഗിൽ സ്വാതി അവിടെ ചെന്നപ്പോൾ അവരൊരു കടയിൽ നിൽക്കുകയാണ്, ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷോപ്പ് സ്വന്തമാണെന്ന് തോന്നുന്നു. എന്തായാലും സ്വാതിയുടെ പാർട്ട്ണറായിട്ട് ഒരാളുണ്ട്. ആ പാർട്ട്ണർ ഒരു ജോലി സംബന്ധമായിട്ടുള്ള പാർട്ട്ണർ എന്നതിലുപരി അബിയോട് വളരെ സ്വാതിയെക്കുറിച്ച് എന്തൊക്കെയോ രീതിയിലുള്ള സംസാരിക്കുക. നിങ്ങൾ തമ്മിൽ ഇനി ഒരുമിച്ച് പോവുമോ, നിങ്ങൾ ഇനിയും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണോ തയ്യാറാവുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അബുദാബിയിൽ ചെന്ന സമയത്ത് എന്നാണ് അവി പറയുന്നത്. അപ്പോൾ അവി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയല്ലേ, പിന്നെ ഞങ്ങൾ ഒന്നിച്ചല്ലാതെ എങ്ങനെയാ പോവാ, ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോകുമെന്ന് പറയുമ്പോൾ ആ പാർട്ട്ണർക്ക് അത് തീരെ ഇഷ്ടാവുന്നില്ല. അയാൾ അവിടെ വെച്ച് വളരെ വലിയ വഴക്കുണ്ടാക്കുന്നു. സ്വാതിയെ കണ്ട് സംസാരിക്കാൻ പോലും അയാൾ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയെ.
അപ്പോൾ അവിടെ വെച്ചിട്ട് വളരെ അവിയും സ്വാതിയുടെ പാർട്ട്ണറുമായിട്ട് അടിപിടി ഉണ്ടാവുന്നു. അയാളൊരു ജോലിയുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ എന്നതിലുപരി സ്വാതിയുടെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അവിയോട് പെരുമാറുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ പ്രശ്നങ്ങളാവുന്നു, അടിപിടിയാവുന്നു. അടിപിടി എന്നല്ല പറയേണ്ടത്, അവി അതിന് പറയുന്നത് കടിപിടി എന്നാണ്. കാരണം അവർ തമ്മിൽ അവിടെ വെച്ചിട്ട് കടിയൊക്കെ ഉണ്ടായിട്ട് അവി പോയിട്ട് ടി എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു അത്ര. അത്രയും ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നു. പക്ഷേ അവിയുടെ ഭാഗത്ത് നിൽക്കേണ്ടിരുന്ന സ്വാതി അവിയോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. എന്നാൽ ആ പാർട്ട്ണറോട് ഒരുപാട് സംസാരിക്കുകയും പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടെ അവിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അവി പറയുന്നുണ്ട്, അവൾക്ക് എന്നോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയായിരുന്നു. എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഇപ്പോൾ സ്വാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 16 17 വയസ്സുള്ള സമയത്താണ് അവിയായിട്ട് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഒരു കൃത്യമായ ചിന്തയായിരിക്കില്ല നമുക്ക് എങ്ങനത്തെ പാർട്ട്ണർ വേണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമൊന്നുമല്ല. അത് നമ്മുടെ ആ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് അങ്ങനത്തെ വിവാഹങ്ങൾ നടക്കുന്നത്. അത് പിന്നീട് അവർ ഒരു 25 26 വയസ്സൊക്കെ ആയി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് കിട്ടുമായിരുന്നു എന്നുള്ള തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കാം ഈ സ്വാതിയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതിലൊരു മാന്യമായ വശമുണ്ട്. അവിയോട് സ്വാതിക്ക് പറയായിരുന്നു, എനിക്ക് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഞാനിപ്പോൾ ഇവിടെ സെറ്റിൽ ആവാൻ പോകുന്നു, അവിക്ക് അവിയുടെ ജീവിതം നോക്കി പോകാമെന്ന് പറയായിരുന്നു. അതിന് പകരം ഒരു പ്രശ്നമില്ല, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുമാതിരി ചീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് സ്വാതി ചെയ്തത് എന്നുള്ളതാണ്. എന്നിട്ട് സ്വാതി അവിടെ പോയിട്ട് വേറൊരാളോടുമായിട്ട് കൂടെ ലിവിങ് റിലേഷനിൽ എന്നുള്ള പോലെയാണ് അവി അതിനെക്കുറിച്ച് പറയുന്നത്. ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം മാന്യമായിട്ടും സത്യസന്ധമായിട്ടും അവിയോട് സ്വാതിക്ക് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അവിടെ വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളാവുന്നു. അവർ തമ്മിൽ വളരെ വഴക്കാവുന്നു, അടിയാവുന്നു. അവസാനം അവി വളരെ വിഷമത്തോടു കൂടെ നമുക്ക് തമ്മിൽ പിരിയാം എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു എന്നാണ് പറയുന്നത്. അവി കൃത്യമായിട്ട് വീഡിയോ ചെയ്യാറില്ല. അവി എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതലേ നല്ല വീഡിയോസ് ചെയ്ത് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് വളർന്നു വന്നൊരു വ്ളോഗർ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അവിയുടെ ലൈഫിന്റെ ഗ്രാഫ് വളരെ താഴേക്കായിരുന്നു എന്നുള്ളതാണ് കാര്യം. എന്തായാലും അവരിപ്പോൾ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആദ്യകാലത്തുള്ള യൂട്യൂബേഴ്സ് പലരും ഇപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് ജേർണി കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് പലരും ഉള്ളത് എന്നുള്ളതാണ്. അതിൽ പിന്നെ പെട്ടൊരു കണ്ണിയാണ് അവി എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഇതിനെതിരെ കുറേ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. ആദ്യം തന്നെ വന്നിരുന്നു, സ്വാതി സ്വന്തം സുഖം നോക്കിയിട്ട് പോയി, അവിടെ പോയിട്ട് വളരെ മോശം ലൈഫായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അവി വ്ളോഗ് ഇട്ടപ്പോഴും അതിൻ്റെ ഇടയിലും വളരെ നെഗറ്റീവ് കമന്റ് ഉണ്ട്. സ്വാതിക്ക് അവിടെ ഒരു റിലേഷൻ മാത്രമല്ല ഉള്ളത്, അവിടെ 3 ആണുങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനത്തെയൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട്. നേരത്തെയും അവി ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് സ്വാതി വന്നിട്ട് വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് എല്ലാവരും അതിർത്ത് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ കേസ് കൊടുക്കും എന്നുള്ള രീതിയിൽ, കമന്റ് ചെയ്യുന്നവർക്കെതിരെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു സ്വാതി ആ വീഡിയോ ചെയ്തത്. പക്ഷേ അതിനിടയിലൊക്കെ വളരെ മോശം കമന്റുകൾ പിന്നെയും വന്നതുകൊണ്ട് സ്വാതി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായാലും സ്വാതി സ്വന്തം ലൈഫ് നോക്കി പോയി. ഇനിയിപ്പോൾ സ്വാതിക്ക് ഒരുപാട് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനെക്കാട്ടിലും സ്വന്തമായിട്ട് പറഞ്ഞ് പിരിഞ്ഞു പോവുക മാന്യമായിട്ട് എന്നുള്ളതാണ്. നമ്മളിതിപ്പോൾ ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഇവർ മറന്നു പോവുകയും രണ്ടുപേരും രണ്ടുപേരുടെ ലൈഫായിട്ട് എൻഗേജ്ഡ് ആവുകയും ചെയ്യും. ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കിടക്കും, ആളുകളൊക്കെ ഇത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. എന്തായാലും വളരെ വിഷമമുള്ള കാര്യമാണ്. അവി എന്ന് പറയുന്നത് നല്ലൊരു വ്ളോഗറായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ ഈ വിവാഹ ജീവിതം തകർന്നതോടുകൂടി അവരുടെ ലൈഫ് തന്നെ തകർന്ന പോലെയാണ്. അവി കൃത്യമായി വീഡിയോ ചെയ്യുന്നില്ല. അവിയെ കണ്ടാൽ നമുക്കറിയാം ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണിതനായിട്ടുള്ളൊരു പഴയൊരു അവിയേ അല്ല നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ലൈഫൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇത് നമ്മൾക്കിത് കാണുന്നവർക്കൊക്കെ വെറുതെ നെഗറ്റീവ് കമന്റ് ഇടാനുള്ളതും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ളതും ഒക്കെ ആയിരിക്കും. പക്ഷെ അത് അവരുടെ ലൈഫാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും നന്ദി.